ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? മുഹറം 10 അല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കറിപ്പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിടിക്കറിപ്പായസമാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. കറിപ്പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമുക്ക് കുറച്ച് പച്ചരി പൊടിച്ചെടുക്കണം, അത്ര ആവശ്യമുള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മുഹറം 10 മുഹറം 9 കേട്ടോ ഞാൻ ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലല്ലേ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നൊക്കെ ഉണ്ടാവും. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഇന്ന് ഇൻഷാല്ല നോമ്പ് പറഞ്ഞിട്ടൊക്കെ നമുക്ക് കുടിക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെയായിട്ട് ഉണ്ടാക്കി വെക്കാറുള്ളത്. ഇനി ഇതാ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് നാളികേരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ അധികം മധുരം വേണ്ട. അപ്പോൾ അത്യാവശ്യത്തിലുള്ള മധുരത്തിന് 4 അച്ച്, 4.5 അല്ല 3.5 അച്ച് എന്ന് പറയാനേ പറ്റുള്ളൂ, ഒരെണ്ണം ചെറുതാണല്ലോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക, അതിൽ കച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതാ ഒന്ന് അലിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിപ്പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാളികേരപ്പാലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ആ ഒരു കറിപ്പായസം ഉണ്ടല്ലോ, അത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാറുള്ളത് മരിച്ചതിൻ്റെ ആണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മരിച്ചതിൻ്റെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ഞങ്ങളിവിടെ കറിപ്പായസം ഉണ്ടാക്കാറ് കേട്ടോ. പച്ചരി പൊടിച്ചിട്ടാണ് അത് ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു പായസം പിന്നെ എന്തിനും ഉണ്ടാക്കും കേട്ടോ, പെരുന്നാളിന് അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഈ പിടിയും കറിപ്പായസം. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് മരിച്ചതിൻ്റെ എന്തെങ്കിലും പരിപാടിക്കാണ് അത് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയൊന്നല്ല കേട്ടോ, കുട്ടികളൊക്കെ കരഞ്ഞിട്ട് എന്തെങ്കിലും പായസമൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയാണെങ്കിൽ മക്കളെ കരച്ചിലൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് പുട്ടുപൊടി എടുത്തിട്ട് ശർക്കര ഒന്ന് അരിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാളികേരം കൂടി ചിരകി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിപ്പായസമായിട്ട്. ഇപ്പോൾ മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനും ഇത് നമ്മുടെ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ചെടുത്താൽ മതി. വെള്ളം തിളച്ചതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് പത്തിരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതാ അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ അതാ പൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിനെ തന്നെ കുഴച്ചെടുത്താലാണ് കേട്ടോ നമുക്കത് പെട്ടെന്ന് കുഴഞ്ഞ് വരുള്ളൂ. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിനെ കുഴച്ചെടുക്കുക. ഇനി കൈ വെച്ചിട്ട് പൊള്ളുന്നുള്ള പേടിയാണെങ്കിൽ നമുക്ക് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഒന്ന് കുറേ നേരം കുത്തി കൊടുക്കുകയാണെങ്കിൽ ചൂടാറും ചെയ്യും, പൊടിയൊന്ന് കുഴഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഇതാ ഇതുപോലെ കുഴച്ചിട്ട് നമുക്കിങ്ങനെ ഉരുളകളാക്കിയിട്ട് വെക്കാം കേട്ടോ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ഇതാ ഇതുപോലെ കണ്ട് ഇതാക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് എടുത്തിട്ട് കണ്ട കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ നീട്ടിയെടുത്താൽ മതി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് എളുപ്പം. ഞാൻ പറഞ്ഞില്ല, ഇത് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. ഇതൊക്കെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ഉമ്മയുടെ വീട്ടിൽ പോയാലാണ് കേട്ടോ. അവിടെ കുഞ്ഞാരും ഉമ്മാമിമാരും എല്ലാവരും കൂടി ഉള്ളപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയും ചെയ്യും, ഇത് ഉണ്ടാക്കുകയും ചെയ്യുക പറയുമ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. വല്ലപ്പോഴും എല്ലാവരും കൂടി ഒത്തുകൂടുക. ആ ഒത്തുകൂടുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് എടുക്കുക. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുക്കണതല്ലേ. അപ്പോൾ ഇതാ പിടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വലിപ്പ അല്ലെങ്കിൽ കന അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക. ഇനി ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ട് വെട്ടി തിളപ്പിക്കുന്നുണ്ട്. വെട്ടി തിളച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുന്നേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അലിഞ്ഞ് പോവും. അപ്പോൾ നന്നായി വെള്ളം വെട്ടി തിളച്ചതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഇത് ഇട്ട് കൊടുത്താൽ മതിയില്ലേന്ന്. അപ്പോൾ നാളികേരപ്പാലിൽ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ നമുക്കിങ്ങനെ ഒരു തരിതരിങ്ങനെ പോലെ തോന്നൂലോ. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇതാ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ പിടി ഇട്ട് കൊടുത്താൽ മതി. ഇത് ആവിമ വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതിൽ തന്നെ കിടന്ന് വേവും. അലിഞ്ഞ് പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കരുത്. കണ്ടില്ല, ഇത് തിളച്ചിട്ടും ആ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ഷേപ്പിനൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് തന്നെ ശർക്കര ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി വറ്റി വരുമൊന്നും വേണ്ട, ഈ ഒരു കുറച്ചൊന്നും അങ്ങോട്ട് നമുക്ക് അറിയാമല്ലോ, ഇത് ഒരുവിധം എന്താ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ശർക്കര ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ശർക്കരയ്ക്ക് കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ, മധുരം കുറവാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് മധുരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണുള്ളൂ. കൂടുതൽ മധുരമാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് കുടിക്കാനും പറ്റില്ല. പിന്നെ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊരു കുറ്റബോധം വരില്ല, എന്തിനാ എത്ര മധുരം കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ മധുരത്തിൽ ഉണ്ടാക്കണതിനൊക്കെ കുറച്ച് മധുരമായിട്ടാ ഉണ്ടാക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് ഇതാ 2-ാം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതാ പാലിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് ഒന്ന് മറിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേന് നമുക്കിതാ കുറച്ച് പുട്ടുപൊടി ഇട്ട്, ഞാൻ പുട്ടുപൊടിയാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടിയും കലക്കി ഒഴിക്കുക, ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുക. അപ്പോൾ ഞാൻ പുട്ടുപൊടി ഒഴിച്ച് കൊടുക്കുന്നത് ആ കുടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു തരിയുടെ ഒരു ഇത് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഇതുപോലെ കലക്കി ഒഴിക്കുക കേട്ടോ. അപ്പോൾ അത് ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പുട്ടുപൊടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ആണെങ്കിൽ ഈ സമയത്ത് ഒഴിക്കേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. പുട്ടുപൊടി ആകുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് കുറുകി വരില്ലല്ലോ, അത് കുറച്ച് തരിയുള്ളതാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ മുന്നേ തന്നെ അത് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇത് ലാസ്റ്റ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുകി വരികയും ചെയ്യും.
എന്നാൽ ഈ നാളികേരപ്പാൽ വറ്റി വരികയും ചെയ്യില്ല. അപ്പോൾ ആ ഒരു പച്ചയുടെ ഒരു ചെറിയൊരു ചുവ വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം അരിപ്പൊടി മറ്റേ പുട്ടുപൊടി ആയ കാരണമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അരിപ്പൊടിയാണെങ്കിൽ ലാസ്റ്റാണ് കലക്കി ഒഴിക്കുക. അപ്പോൾ അത് നന്നായി തിളച്ചാണ്ട് മറിയണുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളെ പിടിയും വെന്തിട്ടുണ്ടാവും, പിന്നെ ആ പുട്ടിൻ്റെ പൊടിയും വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി വെന്ത് വന്നിട്ട് കണ്ടില്ലേ, ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറുകാനൊന്നുമില്ല, ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നന്നായിട്ട് കുറുകി വന്നാൽ നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് കോരി കഴിക്കേണ്ടി വരും, ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കേണ്ടതല്ലേ. അപ്പോൾ അതാ ഈ നാളികേരം ഇട്ട് കൊടുക്കുക. ഇതിനുള്ള നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുടിക്കുമ്പോൾ അങ്ങോട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. നമ്മളിങ്ങനെ തരിതരിയായിട്ട് കടിക്കാൻ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാളികേരം ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അത് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കനൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി കുത്തി ഇളക്കൊന്നും വേണ്ട കേട്ടോ, അതങ്ങോട്ട് പൊടിഞ്ഞ് പോവും. ഇത് പൊടിയാതെ ഓരോ പിടികളും കിട്ടണമെന്നുണ്ടെങ്കിൽ പതുക്കനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളക്കി കൊടുത്ത് നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഇനി ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. കട്ടിയിലുള്ള 1-ാം പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് തിളച്ച് വരണ്ട, ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിടുന്നില്ല, അതുപോലെ ഏലക്ക ഇടുന്നില്ല, ആകെ നല്ല ജീരകം മാത്രമേ ഇടണുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഒന്ന് കുടിച്ച് നോക്കണം. നമ്മളിപ്പോൾ കുറേ പായസങ്ങൾ കുടിക്കണതല്ലേ. അപ്പോൾ പത്തിരിക്ക നൂൽപുട്ടിന് എന്തിനെങ്കിലുമൊക്കെ പൊടി വാട്ടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് കളയണ്ട, അത് എടുത്തിട്ട് ഇതുപോലെ ചെറിയതാക്കിയിട്ട് ഉണ്ടാക്കി നോക്കാമല്ലോ. കുറച്ചൊരു പിടി പിടിക്കണം, അതിന് മാത്രമാണ് കുറച്ച് പാടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അത് ചൂടാറി വരുമ്പോൾ ഒരു ഇളം ചൂട് കൊടുക്കാനാണ് കേട്ടോ എടുക്കുന്നത്. നല്ല തിളച്ച പായസമൊന്നും ഞാൻ കുടിക്കാറില്ല. അപ്പോൾ ഒരു ഇളം ചൂട് കൊടുക്കുന്ന എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകിയാൽ മതി. നമുക്ക് കുടിക്കണ ഒരു പാകത്തിലാക്കണം, അല്ലാതെ നമ്മൾ കോരി കുടിക്കുകയല്ല ചെയ്യുക. ഇതിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കണ ഒരു പാകത്തിലാക്കണം. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വന്ന് പറയണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ പായസം ഉണ്ടാക്കാറുണ്ടോ, അതെങ്ങനെ ഉണ്ടാക്കാറെന്നുള്ളതും കൂടി പറഞ്ഞു തരണേ. ഞാൻ നിങ്ങൾ പറയണതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ. ചിലവരൊക്കെ വന്നിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയല്ല, വേറെ രീതിക്കാണ് ഉണ്ടാക്കാറെന്ന് പറയുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അതിവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അത് ഞാൻ വന്നിട്ട് കമൻറ്റിൽ അവരത് റിപ്ലൈ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. അതുപോലെ മുഹറം 10-ന് നിങ്ങളവിടെ എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുള്ളത് അതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഞങ്ങളവിടെ മധുരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കും. ഇനിയിപ്പോൾ പഴംപൊരി ആയാലും മധുരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള സാധനങ്ങളുണ്ടാക്കും. അത്രേ ഉണ്ടാക്കാറുള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.